നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ചർച്ചകളിൽ ഒരു സായാഹ്ന ചർച്ചകളിൽ ഒരു ചാനലിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് മലയാള സിനിമയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. സാർ അതിനോട് യോജിക്കുന്നുണ്ടോ? ഈ മദ്യപിക്കുന്നോന്ന് താല്പര്യമുള്ളത് മദ്യപിക്കും, മയക്കുമരുന്ന് ഉപയോഗിക്കണം, ഉണ്ടോ ഇല്ലയോ അത് മാത്രം സാർ പറഞ്ഞാൽ മതി. തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതെ സാർ അതാണ് പറഞ്ഞത്. മറ്റുള്ളവര് പലപ്പോഴും സാറ് സമൂഹം എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് പറയുന്നത് സാറിന് കുറേ വിവരങ്ങൾ അറിയാം. പക്ഷേ സാറിന്റെ സുഹൃത്തുക്കളായതുകൊണ്ട് സാറിന് ഒന്നും തുറന്ന് പറയാൻ കഴിയുന്നില്ല. ഇതിൽ ഈ നായകനാണോ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മാഫിയാണോ ഇതിന്റെ പിന്നിൽ എന്ന് ചോദിച്ച് സാറിന് വല്ലാത്ത ചിന്താക്കുഴപ്പമായി. ഒരു സൈഡ് പറഞ്ഞാൽ മറ്റേ സൈഡ് എതിർക്കും, മറ്റേ സൈഡ് പറഞ്ഞാൽ ഈ സൈഡ് എതിർക്കും. ഇത് തന്നെയാണ് നമ്മുടെ ഇരുവശങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ രണ്ട് രീതിയിൽ വർക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ നമ്മൾ പ്രശസ്തയായ ഒരു സാഹിത്യകാരിയുടെ ജീവചരിത്രം ഇതിനകത്ത് വരുന്നുണ്ട്. സാവിത്രിക്കുട്ടി. അതെ, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ കവിതകൾ എഴുതിയിട്ടുള്ള സാവിത്രിക്കുട്ടിയുടെ ആത്മകഥ. ഇത് അഭിനയിക്കാനായിട്ട് ഒരു നടി, ഒരു ഹിന്ദി നടി ആദ്യം ഏറ്റിട്ട് പിന്മാറുകയാണ്. ആ പിന്മാറിയത് ശരിയാണോ അതോ തെറ്റാണോ? അതും ഇതിനകത്ത് ചർച്ച വരുന്നുണ്ട്. ഈ സാവിത്രിക്കുട്ടി എന്ന് പറയുന്ന നടിയെ ആദ്യം യഥാർത്ഥത്തിൽ ബുക്ക് ചെയ്തിരുന്നോ ഹിന്ദി നടിയെ സാവിത്രിക്കുട്ടിയുടെ വേഷത്തിൽ? പിന്നെ ഈ സാവിത്രിക്കുട്ടിയുടെ കഥ വിവാദമാക്കി പ്രദർശന വിജയം നേടാൻ വേണ്ടിയുള്ള കുറുക്കുവഴിയാണോ അതോ യഥാർത്ഥത്തിൽ ഇങ്ങനെ നടന്നോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പീപ്പിൾ ആർ കൺഫ്യൂസ്ഡ്. ആ കൺഫ്യൂഷനും നമുക്ക് കുറച്ച് ക്ലിയർ ചെയ്യണം. അത് നമ്മുടെ ഈ സബ്ജക്റ്റിൽ നന്നായിട്ട് വരുന്നത്. ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. ഇതാണ് സർ ഞാൻ ഇരുവശങ്ങൾ എന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ യുവതിയെ തട്ടിക്കൊണ്ടുപോയത്, പിന്നെ ഈ സാവിത്രിക്കുട്ടി എന്ന കവയിത്രിയുടെ കഥ, അതിൻ്റെ പിന്നിൽ പുതിയ നടി വരുന്നു, പുതിയ നടി വരുന്നതിനെ കുറിച്ചുള്ള വിവാദങ്ങൾ, പിന്നെ ഈ നോട്ട് പിൻവലിക്കലിനെ കുറിച്ച് നടന്മാർ നടത്തിയ പ്രസ്താവനകൾ, ഒരുപാട് വിവാദങ്ങളുണ്ട്. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു നടനെ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോൾ മോണിറ്റൈസേഷനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്, സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ എതിർക്കുന്നവരുമുണ്ട്. നമ്മളെ ഇരുവശങ്ങളും ഇതിനകത്ത് കൊണ്ടുപോകുക. അതാണ് ഇരുവശങ്ങൾ, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ. ഇതിലൂടെ നമ്മൾ സഞ്ചരിച്ച് അവസാനം ഈ നായിക അഡ്വക്കേറ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു, നായകൻ ജേർണലിസ്റ്റാണ്, പത്രപ്രവർത്തകൻ. ഇവർ തമ്മിൽ ക്ലാഷിലൂടെ സമൂഹത്തിൽ അടുത്ത കാലത്ത് നടന്ന എല്ലാ സംഭവങ്ങളും പ്രേക്ഷകരുടെ ഒരു യുക്തിക്ക്, ഒരു ചിന്തയ്ക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. ലെറ്റ് ദ പീപ്പിൾ ഡിസൈഡ്. നമ്മുടേതായിട്ടുള്ള നമ്മൾ ഇന്നാര് ശരി ഇന്നാര് തെറ്റെന്ന് പറയുന്നില്ല. ലെറ്റ് ദ പീപ്പിൾ ഡിസൈഡ്. അവര് ആരാണ്, എന്താണ് സംഭവിച്ചത്, മനസാക്ഷി ഉണർന്ന് പ്രവർത്തിക്കണം എന്നൊരു ആഹ്വാനത്തോടുകൂടി നമ്മുടെ ചിത്രം അവസാനിക്കുകയാണ്. ഇതാണ് ഇരുവശങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഇത് അതിനനുസരിച്ച് ഈ പോയിന്റിനനുസരിച്ച് എല്ലാ പോയിന്റും വേണമെങ്കിൽ നമുക്ക് ചുരുക്കാം സർ. ഞാൻ ഉദ്ദേശിക്കുന്നത് 2 hours 5 minutes. 2 hours 5 minutes. അതെ, ഒരു 15 മിനിറ്റ് ഒക്കെ കൊള്ളായിരിക്കും അല്ലേ? അത് 2 മണിക്കൂർ 15 മിനിറ്റ് ആക്കാം സാർ. നമ്മളിപ്പോൾ ഈ ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴേക്കും അടുത്ത വിവാദം വരുമല്ലോ. ദാറ്റ് വി ക്യാൻ ഇൻക്ലൂഡ് ഇൻ ദ സബ്ജക്ട് ഓൾസോ. അപ്പോൾ അത് ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം സർ. എന്ത് വേണമെങ്കിലും സാർ, എനി ഇഷ്യൂ ദാറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. ഓക്കേ. റെഡിയായോ? ഡാൻസ് പഠിച്ചവര്? ഓക്കേ, വളരെ മനോഹരമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? ഇപ്പം സ്ക്രിപ്റ്റ് പൂർണ്ണമായും പേപ്പറിലാക്കണം, എന്നിട്ട് നമുക്ക് ടോക്കൺ അഡ്വാൻസ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം പേഷ്യൻ്റ് ആയിട്ട് എൻ്റെ സബ്ജക്റ്റ് കേട്ടല്ലോ. ശരി, ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു സർ. താങ്ക് യു സോ മച്ച് സർ. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഉണർന്നിരുന്നാൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയും സർ. സാറിനെ പോലുള്ളവരുടെ ഈ മനസ്സിന് തീർച്ചയായിട്ടും എന്നും എൻ്റെ മനസ്സിൽ നന്ദി ഉണ്ടാവും. താങ്ക് യു സർ. പ്രൊഡ്യൂസറിനെ വിളിച്ച് പറഞ്ഞു. താങ്ക് യു സർ. അമേസിംഗ്. എന്താ ഒരു ത്രെഡ്, കിടിലൻ കഥ കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലേക്ക് അനീതികളൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു തിരക്കഥാകൃത്ത് വേണം. മൊയ്തീനെ എത്രയും പെട്ടെന്ന് ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിക്കണം. കഥ എങ്ങനെയുണ്ട്? ഇതാണോ കഥ? നിനക്ക് എന്താ പ്രാന്താണ്? ഇതൊക്കെയാണ് അസൂയ. എടാ, ഈഗോ പാടില്ല. നല്ലൊരു കലാകാരൻ വന്ന് കഥ പറയുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത്. ഈ മനസ്സ് ഈഗോ കൊണ്ട് നടന്നാലേ ഒരിക്കലും രക്ഷപ്പെടില്ല. ശരി, എനിക്ക് ഈഗോ. നിനക്ക് ഈ മലയാള സിനിമയിൽ സംവിധായകനായിട്ട് തുടർന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടല്ലോ, ഇവിടെ നിൽക്കുന്നു. നിനക്കുണ്ടോ? എന്നാ ഈ സിനിമാക്കാരെ എടുത്ത് ദൂരെ കളയണം. എടാ, നമ്മളുടെ ഇടയിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇതങ്ങോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാല് നിന്നെ എടുത്ത് വെട്ടുന്നില്ല, നിന്നെ വിലക്കും, നിന്നെ വിലക്കും. അറിയാമോ എന്തിനാ വിലക്കുന്നത്? എടാ, നമുക്കിടയിലുള്ള കഥയാണ് നമ്മൾ ചെയ്യുന്നത്. സ്വന്തം പല്ലിനെ കുത്തി നാട്ടിക്കേണ്ട കാര്യമുണ്ടോ? വല്ലവരും കഞ്ചാവ് അടിച്ചിട്ട് ഒന്ന് എഴുതി തരണമെന്ന് പറഞ്ഞ് അതെടുത്ത് വെച്ച് സിനിമയാക്കാൻ പോകുന്നു. പോട്ടെ, അത് കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ വലതുപക്ഷം, ഇടതുപക്ഷം, പ്രതിപക്ഷം
രണ്ട് സൈഡിൽ നിന്ന് അടി കൊണ്ട് നീ നൂരും. അതുകൊണ്ട് ആ പുള്ളി ഇരുവശം വേറിട്ടിരിക്കുന്നത്. കഥ ഇപ്പോഴാണ് പറഞ്ഞത്. അദ്ദേഹം കഥ പറഞ്ഞപ്പോൾ വളവളാന്ന് പറഞ്ഞപ്പോൾ എന്തൊരു കഥ, സൂപ്പർ കഥ, നമുക്കൊരു സിനിമാസ്കോപ്പിൽ എടുക്കണം, അവാർഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറ്റക്കാകുന്ന എന്തിനാ? ആദ്യം അവൻ പറഞ്ഞു വന്നപ്പം കുഴപ്പമില്ലായിരുന്നു. ഇച്ചിരി ഇമ്മിണിയൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചേക്കാന്ന് വിചാരിച്ച്. അവസാനം ആസ്ഥാനത്ത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ ഇതൊക്കെ നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണല്ലേ. ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു. ഈ കഥ ഞാൻ സിനിമയാക്കും. ഒരു കാര്യം ചെയ്യും, ഞാൻ എന്റെ അഭിപ്രായം തുറന്നു പറയാം. ഈ സിനിമ എടുക്കണമെങ്കിൽ കാതരൻ ഗുഡ് ബൈ, കഥ നീ ഗുഡ് ബൈ. ഞാൻ ഗുഡ് ബൈ. അല്ല മൊയ്തീനെ നീ? ഞാനും ഗുഡ് ബൈ. സോറി, അല്ല. ഞാനും ഗുഡ് ബൈ. നിങ്ങളെല്ലാരും ഗുഡ് ബൈയോ? എങ്കിൽ ഞാൻ ഇന്നലെ ഗുഡ് ബൈ.